സുഫി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തിൻ്റെ വീഡിയോ ആണെന്ന്. നിങ്ങളെന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഫിഷ് കറി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. ആദ്യം ചട്ടി വെച്ചു, ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി വലിയുള്ളിയും കൂടെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി ആണ്. അതും ഒന്ന് ഇതേപോലെ ഉള്ളിയൊക്കെ വഴറ്റിയ പോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നുണ്ട് അറിയായാലും മൺചട്ടിയിൽ വെച്ചാൽ അതിന് വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ നോക്കിയാലോ. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളും ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പുക കൊണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ, സോറി കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ പുളി പിഴിഞ്ഞിട്ടല്ല കേട്ടോ ഇതിന് വെക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുത്ത ശേഷം പച്ചവെള്ളം ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. മസാലകൾ എല്ലാം കൂടെ ചേർത്ത്. പുളിയാണ് ഇടുന്നതെന്ന് അറിയണോ? കുടംപുളിയാണ് ഇടുന്നത്. വലിയ മീനൊക്കെ ആവുമ്പോൾ കറിയിൽ കുടംപുളി ഇട്ടാലല്ലേ കറി നന്നാവുക. ചാറ് നല്ല ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് നല്ലോണം ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. നന്നായിട്ട് കറി തിളച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്പെഷ്യൽ മീനാണ്. ഈ മീൻ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഏതാണ് മീനെന്ന് കമൻറ്റ് ചെയ്യണേ, പേരറിയെങ്കിൽ. ഇങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ ഇഷ്ടമാണോ അതും കൂടെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒന്നുകൂടെ പറയാണ് മറക്കല്ലേ ഗൈസ്. മീനിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മീൻ വെന്ത് വരണമല്ലോ, അതുവരെ വെയിറ്റ് ഫോർ. മീനിട്ട് കൊടുത്ത ശേഷമാണ് ഞങ്ങൾ കറിവേപ്പിലയും കൂടെ ഇടുന്നത്. മറന്നുപോയതാണ് നേരത്തെ ഇടാൻ. മീനിട്ട ശേഷം ഇതാ തിള വരുന്നത് കാണുന്നുണ്ടോ? ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ മണം തന്നെ എന്താല്ലേ, വായിന്ന് വെള്ളം മൂറുന്നുണ്ടോ കണ്ടിട്ട്. കറി നന്നായി തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് കറി കുറച്ച് വറ്റിയ ശേഷം ഇളക്കി വെക്കും കേട്ടോ. നമ്മുടെ കുടംപുളിയിട്ട മീൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ. വീഡിയോൻ്റെ തൊട്ടത്തായ കമൻറ്റ് ഇടുന്ന നേരെയാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ ഹൈപ്പ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ഈ ഫിഷ് കറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ കറിയിൽ ലാസ്റ്റ് ചേർക്കുന്നത് പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്.